ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി. അതിനിതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ് എന്നിവ പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കിതാ സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. സവാള വഴറ്റി ഇത് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ബിരിയാണിക്ക് ആവശ്യമായ സവാള. അപ്പം നമ്മളിതാ ബിരിയാണി വേവിക്കാനുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകിയിടാം. നമ്മളതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അത് തിളക്കുന്നുണ്ട്. തിളക്കുമ്പോഴത്തേനും നമുക്ക് ഈ അരി കഴുകിയത് ഇതിലേക്ക് വാരിയിടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ സവാളക്കകത്ത് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ അരി വാരിയിട്ടിട്ടുണ്ട്. അതൊന്ന് വേകട്ടെ. നമ്മൾ സവാള വഴറ്റിയിട്ടുണ്ട്. അതിനകത്തൊരു അല്പം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നടുക്കായിട്ട് ഇതിടാൻ പോവുകയാണ്. ചിക്കൻ വറുത്തൊന്നുമില്ല കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് മൊരിഞ്ഞോളും. അപ്പോൾ വറുത്തതുപോലെയൊക്കെ ആവും. ഒരു കൈ ഫോണ്, ഒരു കൈ ഇത്. അതുകൊണ്ടാണ് നമ്മളിത് റെഡിയാട്ടെ. ഇതാ നമ്മുടെ ചോറ് റെഡിയാകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അല്പം തൈര് ചേർക്കും കേട്ടോ. ഈ ചിക്കൻ കറിക്കകത്ത് അല്പം തൈര് ചേർക്കും. ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പപ്പടം, നെല്ലിക്ക അച്ചാർ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.